ടഫ് ആയിട്ടുള്ള എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴും ഈസി ആയിട്ടുള്ള എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴും അവിടുത്തെ കട്ട് ഓഫിൽ വലിയ രീതിയിലേക്ക് എന്ത് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഡീവിയേഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില എക്സാംസിൽ വളരെ ഈസി എക്സാം ആണെങ്കിൽ നിങ്ങൾ 62% സ്കോർ ചെയ്താൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ആവുന്ന സിറ്റുവേഷൻ വരും. അതേസമയം നമ്മളെ സംബന്ധിച്ച് വളരെ ഡിഫിക്കൽട്ട് ലെവലിൽ കൂടിയ എക്സാം ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു 52-53% സ്കോർ ചെയ്ത് നമ്മൾ ക്വാളിഫൈഡ് ആവുന്ന സിറ്റുവേഷൻ വരും. അപ്പം പ്രിപ്പയർ ചെയ്ത് പോകുന്ന ഒരു സ്റ്റുഡൻസ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഒരു ടിപ്പിക്കൽ പാറ്റേണിൽ ചേഞ്ചസ് വരുന്നുണ്ടോ, അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലേക്ക് നിങ്ങൾ ഫണ്ടമെന്റൽസിൽ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആകാൻ പറ്റുമല്ലോ. നമ്മുടെ മേജർ ക്വസ്റ്റൻ അതാണ്. ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് ആസ് യൂഷ്വൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ തന്നെയാണ്. പക്ഷേ യൂഷ്വലി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ചോദിക്കുന്ന എത്രത്തോളം ക്വസ്റ്റൻ ഉണ്ടോ? ഇല്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി ഹയസ്റ്റ് അലോക്കേഷൻ വന്നിരിക്കുന്ന അവിടുന്ന് തന്നെയാണ് അല്ലെ. പിന്നെ അതിന്റെ കൂടെ കോമ്പിനേഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റൻസും അവിടെ എന്തുണ്ട്, ഇൻക്ലൂഡഡ് ആണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്നുള്ളതാണ്. അപ്പം ആസ് യൂഷ്വൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ തന്നെയാണ് ഏറ്റവും ഹയസ്റ്റ് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്കത് കറക്റ്റ് ആയിട്ട് കാണാം മുൻകാലങ്ങളിൽ അത്രത്തോളം എന്താണ് ഒരു ഹയസ്റ്റ് ഫോംസ് അവിടെ ഇല്ല എന്ന രീതിയിലേക്ക് നമുക്ക് അവിടെ പറയേണ്ടി വരും. എന്നാൽ സ്റ്റിൽ ലീഡിംഗ് അലോക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ തന്നെയാണ്, ബ്രിട്ടീഷിൽ തന്നെയാണ്. ഡിഫിക്കൽട്ടി ലെവൽ എന്തും ആയിക്കോട്ടെ, യു ഹാവ് ടു സ്റ്റിക്ക് ഓൺ യുവർ ബേസിക്സ്, ഫണ്ടമെന്റൽസിൽ ഫോക്കസ് ചെയ്യണമെന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ക്രിറ്റിസിസം എന്ന് പറയുന്നത് പഴയ പാറ്റേണിൽ 7 മുതൽ 9 വരെ ക്വസ്റ്റൻ ചോദിക്കുന്നതാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലേക്ക് 10% മുകളിൽ 19% ക്വസ്റ്റൻ ചോദിക്കുന്നതാണെങ്കിലും നമുക്ക് ഫണ്ടമെന്റൽ ഏരിയ എന്ന രീതിയിലേക്ക് നമുക്ക് പറയാവുന്ന ഒരു ഏരിയ തന്നെയാണ്. പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 7 ക്വസ്റ്റൻസ് കിട്ടും. ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മാറി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്ന രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരും. കൂടുതലായിട്ട് ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ക്രിറ്റിസിസത്തിലും കാണുന്നുണ്ട്. അതായത് കോഡ്സ് തന്നിട്ട് ഇത് ആരുടെയാണ് അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ആരുടെയാണ് എന്നുള്ള രീതിയിൽ കൂടുതൽ ചോദിക്കുന്നത്. ഫൗണ്ടേഷണൽ ടെക്സ്റ്റുകളിൽ എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞിരിക്കണം എന്ന്. ബാക്ക് ടു യുവർ ബേസിക്സ്, അതാണ് എപ്പോഴും അതാണ് നിങ്ങൾ നിങ്ങളുടെ ബേസിക്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് തന്നെയാണ് നമുക്കവിടെ പറയേണ്ടത്. ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് UGC നെറ്റ് എക്സാമും ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ടിരിക്കുന്ന ആ ഒരു പാറ്റേൺ അനുസരിച്ചുള്ള ഒരു ഡിസ്കഷനാണ്. അത് നമുക്കിപ്പം ജസ്റ്റ് കൺക്ലൂഡ് ചെയ്ത എക്സാം അതിൻ്റെ റെസ്പോൺസ് ഷീറ്റും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമുക്കവിടെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ചെയ്യാൻ പോകുന്നത് എക്സാം കഴിഞ്ഞ ഒരു സമയത്ത് നമുക്ക് ഒരു അനാലിസിസ് ഉണ്ടായിരുന്നു. അതായത് ഇമ്മീഡിയറ്റ്ലി എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയ ഒരു സമയത്ത് എല്ലാ ആസ്പിറൻസിനും തോന്നിയൊരു ഫീൽ ഉണ്ടായിരുന്നു, ഈ ഒരു എക്സാം പേപ്പർ 2 വളരെ ടഫാണ്, എന്നാൽ പേപ്പർ 1 ക്ലാരിറ്റിയിൽ വലിയ കുഴപ്പമില്ലാന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ശരിക്കും അങ്ങനെയായിരുന്നു. പേപ്പർ 2 എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നീട് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ അത്രത്തോളം ടഫായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. ഇംഗ്ലീഷിൻ്റെ ലാസ്റ്റ് നമുക്കിപ്പോൾ കഴിഞ്ഞിട്ടിരിക്കുന്ന എക്സാമിൽ ഈ പറഞ്ഞ പോലെ എക്സാം എഴുതിയ സമയത്ത് വളരെ ബുദ്ധിമുട്ടായിട്ട്, എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു എക്സാം ആയിട്ട് തന്നെയാണ് തോന്നിയത്. പക്ഷെ ഇപ്പോൾ ആൻസർ കീ ഒക്കെ വന്നിട്ട് വീണ്ടും ആ ക്വസ്റ്റ്യൻസിലൂടെ പോകുമ്പോഴാണ് അത്ര തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു എക്സാം ആയിരുന്നില്ല. വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു ചോദിച്ചിരുന്നത്. അത് ശരിയാക്കിയിരുന്നെങ്കിൽ ആണല്ലേ. ബേസിക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടില്ലേ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ വളരെ നല്ല രീതിയിലേക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു. ഇതെല്ലാം ഈ ഒരു ലാസ്റ്റ് ടൈം ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് അല്ലേ. അപ്പോൾ അതായത് ഇവിടെ നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഹാളിൽ നിങ്ങളെ എക്സാം പ്രഷറിൽ ഇത് വലിയ രീതിയിലേക്കുള്ള ബുദ്ധിമുട്ടുള്ള എക്സാം ആണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് നമുക്കവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസേഴ്സ് നമ്മൾ എടുത്ത് നോക്കിയപ്പോഴത്തേനും പല ക്വസ്റ്റ്യൻസും നമുക്കവിടെ എന്ത് ചെയ്യാവുന്നതായിരുന്നു, ശരിയാക്കാൻ പറ്റുന്നതായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ സെഷൻ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ആണ്. UGC നെറ്റിന് വേണ്ടി ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഇതിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവലിൽ അതേപോലെ തന്നെ മൊഡ്യൂൾ വൈസുള്ള അലോക്കേഷനിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, ആൻഡ് ദെൻ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഫോക്കസ് ചെയ്ത് ഒരു ഡീകോഡ് ചെയ്ത് നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി നമുക്ക് അവിടെ പറയാൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു സ്റ്റുഡൻസിന്. അപ്പോൾ വലിയ രീതിയിലേക്കുള്ള പാറ്റേൺ മാറിയോ, എക്സ്പെക്ട് ചെയ്ത ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയകളിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആസ് യൂഷ്വൽ നമുക്കറിയാം എക്സാം ഒക്കെ കഴിയുമ്പോൾ എല്ലാവരും ഭയങ്കര കൺസേൺ ആയിരിക്കും അതിനെക്കുറിച്ച്. അപ്പോൾ ആ സമയത്ത് നമുക്ക് തോന്നുക അല്ലെ, എപ്പോഴും അങ്ങനെ തോന്നി നമുക്ക് എക്സാം ഹാൾ തോന്നുന്ന ഒരു ഡിഫിക്കൽട്ടി പലപ്പോഴും അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ എക്സാമിന് ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. വസ്തുതപരമായ കാര്യം അത് തന്നെയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വേണ്ട ആൾക്കാരെങ്കിൽ ഞങ്ങളോട് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണ്ടോ എന്നുള്ളത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഈ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഡിഫിക്കൽട്ടി ലെവൽ ഭയങ്കര ലോ അല്ല, എന്നാൽ മോഡറേറ്റ് ടു ടഫ്നെസ് വരാനുള്ള പോസിബിലിറ്റി നമുക്ക് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടുത്തെ ക്വസ്റ്റ്യൻ ടഫ് ആയിട്ടുള്ള എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴും ഈസി ആയിട്ടുള്ള എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴും അവിടുത്തെ കട്ട് ഓഫിൽ വലിയ രീതിയിലേക്ക് എന്ത് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഡീവിയേഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില എക്സാംസിൽ വളരെ ഈസി എക്സാം ആണെങ്കിൽ നിങ്ങൾ 62% സ്കോർ ചെയ്താൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ആവുന്ന സിറ്റുവേഷൻ വരും. അതേസമയം നമ്മളെ സംബന്ധിച്ച് വളരെ ഡിഫിക്കൽട്ട് ലെവലിൽ കൂടിയ എക്സാം ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു 52-53% സ്കോർ ചെയ്ത് നമ്മൾ ക്വാളിഫൈഡ് ആവുന്ന സിറ്റുവേഷൻ വരും. അപ്പം പ്രിപ്പയർ ചെയ്ത് പോകുന്ന ഒരു സ്റ്റുഡൻസ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഒരു ടിപ്പിക്കൽ പാറ്റേണിൽ ചേഞ്ചസ് വരുന്നുണ്ടോ,
അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലേക്ക് നിങ്ങൾ ഫണ്ടമെന്റൽസിൽ ഫോക്കസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആകാൻ പറ്റുമോ ഇല്ലയോ. നമ്മുടെ മേജർ ക്വസ്റ്റൻ അതാണ്. ഫണ്ടമെന്റൽസിൽ ഫോക്കസ് കഴിഞ്ഞാൽ വാട്ട് ആർ മേ ബി ഡിഫിക്കൽട്ട് ലെവൽ, അത് ഈസി ആയിക്കോട്ടെ, അതുപോലെ തന്നെ വളരെയധികം ഒരു ഡിഫിക്കൽട്ട് ലെവൽ കൂടിയൊരു എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് എക്സാം ആയിക്കോട്ടെ, നിങ്ങൾ ഫണ്ടമെന്റൽസിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ജയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താ ലാസ്റ്റ് എക്സാമിന്റെ ആ എക്സാം ഹാൾ തോന്നിയ ഒരു ഫീലും ഇപ്പൊ നമ്മൾ പറഞ്ഞ കൺക്ലൂഷൻ വെച്ചതിന് ശേഷം ഫണ്ടമെന്റൽസിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡന്റിന് ഇറസ്പെക്റ്റീവ് ഓഫ് ഡിഫിക്കൽട്ട് ലെവൽ ക്വാളിഫൈഡ് ആകാൻ സാധിക്കുകയില്ലയോ, അതാണ് നമുക്ക് ആസ്പിറൻസിന് വേണ്ടി നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. തീർച്ചയായും പറ്റുമായിരുന്നു. കാരണം ഫൗണ്ടേഷണൽ ലെവൽ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരുന്നു. ഇപ്പൊ നോക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. എക്സാം ഹോളിലാകെ പാനിക്കായി ഇതൊന്നും ടേംസ് വെച്ചിട്ട് പോലും നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനും ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താനും പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആസ്പിറൻസിന് ഞങ്ങൾ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. സി, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡിഫിക്കൽട്ടി ലെവൽ, അതാണ്. അതൊരു ഈസി എക്സാം ആയിക്കോട്ടെ, മോഡറേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹൈ ഡിഫിക്കൽട്ടി ലെവൽ ആയിക്കോട്ടെ, നിങ്ങൾ ഫണ്ടമെന്റൽസിൽ സിലബസ് ബേസ് ചെയ്ത് നന്നായിട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ക്വസ്റ്റ്യൻസ് കിട്ടും. എന്നാൽ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത പല ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ പോസിബിലിറ്റീസ് ഉണ്ട്, വളരെ ഡിഫിക്കൽട്ട്, വളരെ ഹൈ ആണെങ്കിൽ. പക്ഷേ അറിയാവുന്ന ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഐ മീൻ ഫണ്ടമെന്റൽസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ശരിയാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് എന്താണ്, നിങ്ങൾക്ക് ലൈൻ ക്രോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫിക്കൽട്ടി ലെവലിന്റെ ഒരു അനാലിസിസ് അല്ല, ഒരു വെയിറ്റേജ് അനുസരിച്ച് നമുക്ക് ലാസ്റ്റ് 3 ടേമിൽ ഈ ഇംഗ്ലീഷ് ബാച്ചിന്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയയിൽ നിന്ന് എത്രത്തോളം ശതമാനം ചോദിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ അവിടെ നിന്ന് പ്രധാനമായിട്ട് നമുക്ക് അവിടെ നിന്ന് നോക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഈ കാണുന്നതാണ്. സ്റ്റുഡൻസ് എല്ലാവരും ശ്രദ്ധിക്കുക, ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് ടൈമിൽ ഒരു അലോക്കേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന രീതിയിലേക്ക് നമുക്ക് അവിടെ പറയാൻ സാധിക്കുന്നത്, അല്ലെ? ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ആസ് യൂഷ്വൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ തന്നെയാണ്. പക്ഷേ യൂഷ്വലി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ചോദിക്കുന്ന എത്രത്തോളം ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി ഹയസ്റ്റ് അലോക്കേഷൻ വന്നിരിക്കുന്ന അവിടുന്ന് തന്നെയാണ്, അല്ലെ? പിന്നെ അതിന്റെ കൂടെ കോമ്പിനേഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും അവിടെ എന്തുണ്ട്, ഇൻക്ലൂഡഡ് ആണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്നുള്ളതാണ്. അപ്പം ആസ് യൂഷ്വൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ തന്നെയാണ് ഏറ്റവും ഹയസ്റ്റ് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്കത് കറക്റ്റ് ആയിട്ട് കാണാം, മുൻകാലങ്ങളിലെ അത്രത്തോളം എന്താണ് ഒരു ഹയസ്റ്റ് ഫോംസ് അവിടെ ഇല്ല എന്ന രീതിയിലേക്ക് നമുക്ക് അവിടെ പറയേണ്ടി വരും. എന്നാൽ സ്റ്റിൽ ലീഡിംഗ് അലോക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ തന്നെയാണ്, ബ്രിട്ടീഷിൽ തന്നെയാണ്. പിന്നെ വന്നിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് എടുത്ത് നോക്കുക, ക്രിറ്റിസിസം ആണ് ഏറ്റവും ഹയസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്, അല്ലെ? അത് കഴിഞ്ഞ് പിന്നീട് വന്നിരിക്കുന്നത് തിയറിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് വന്നിരിക്കുന്നത് ലിറ്റററി ടൈംസ് ലിംഗ്വിസ്റ്റിക് ആണ് അവിടെ വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ പിന്നെ 8.7 വരുന്ന ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ ഉണ്ട്, അല്ലെ? പിന്നെ റിസർച്ച് ഏകദേശം ഒരു 8% അപ്രോക്സിമേറ്റ്ലി വന്നിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ ലിറ്ററേച്ചർ ആണ് അപ്രോക്സിമേറ്റ്ലി ഒരു 5 to 6% നമുക്ക് അവിടെ വന്നത് നമുക്ക് അവിടെ പറയാൻ സാധിക്കും. പിന്നെ ബാക്കി കുറച്ച് മിസ്ലേനിയസ് ഉണ്ട്, ഈ പറഞ്ഞ രീതിയിലേക്ക് അതേസരിക്കായിട്ട് നമുക്ക് 9% നമുക്ക് അവിടെ പറയാൻ സാധിക്കും. ഇതാണ് ഒരു അലോക്കേറ്റീവ് ഫോംസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്, അല്ലെ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ലാസ്റ്റ് ടൈമിൽ. എന്നാൽ ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ചില ഏരിയാസ് ഉണ്ട്, അല്ലെ? ഏതൊക്കെയാണ് നമുക്കൊന്നും ഒരു കുറച്ച് ഏരിയാസ് നമുക്ക് മിസ്സിംഗ് എന്ന രീതിയിലേക്ക് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, വേൾഡ് ലിറ്ററേച്ചറിനൊക്കെ സ്ഥിരമായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ടായിരുന്നു. അതുപോലെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറും ഇപ്പൊ കഴിഞ്ഞ കുറച്ച് എക്സാമുകളിലായിട്ട് സ്ഥിരമായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന ഏരിയ. ലാസ്റ്റ് 24 എടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 12-10% ക്വസ്റ്റ്യൻസ് വേൾഡിൽ നിന്നുണ്ടായിരുന്നു, വേൾഡ് ലിറ്ററേച്ചർ. അത് ഈ പ്രാവശ്യം എക്സാക്ട്ലി അത് ഏകദേശം പറഞ്ഞിരിക്കുന്ന വെയിറ്റേജ് കുറഞ്ഞ ഒരു ഫീൽ നമുക്കവിടെ തോന്നുന്നുണ്ടോ എന്നുള്ളതാണ്. സെയിം സിറ്റുവേഷൻ എനിക്ക് അമേരിക്കൻ ലിറ്ററേച്ചർ, അല്ലെ? ഒരു 5 to 6% ഒക്കെ അപ്രോക്സിമേറ്റ്ലി ചോദിച്ചുകൊണ്ടിരുന്ന ഏരിയയിൽ എന്താണ് ഒരു കുറവ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ഒരു അനാലിസിസ് എടുത്ത് നോക്കിയതിനും ഇത് നമ്മൾ ചുമ്മാ ഊഹാപോഹമല്ല പറയുന്നത്, അല്ലെ? അതായത് എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ ഒരു ടെൻഷനിൽ നമ്മൾ ഓർത്തിരുന്ന കുറച്ച് ഏരിയാസിന് ശേഷം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത്. റെസ്പോൺസ് ഷീറ്റ് ഒഫീഷ്യലി അവർ എന്ത് ചെയ്തിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് എക്സാം എഴുതിയ ആൾക്കാർക്ക് അവൈലബിൾ ആണ്. അതനുസരിച്ച് നമ്മൾ എടുത്തു നോക്കിയതിനും ഈ കാണുന്നതാണ് നമുക്ക് ലാസ്റ്റ് ടൈമിൽ ഇംഗ്ലീഷിന്റെ അലോക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് മൊഡ്യൂൾ വൈസ് എങ്ങനെയൊക്കെ പോകുന്നുണ്ട് എന്ന രീതിയിലേക്ക്. അപ്പം ചെറിയ ചെറിയ ഡീവിയേഷൻസ് അവിടെയുണ്ട്. ബട്ട് സ്റ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഫണ്ടമെന്റൽസ് അവിടെ ഇൻടാക്ട് തന്നെയാണ് നമുക്ക് രീതിയിലേക്ക് നമുക്ക് അവിടെ പറയേണ്ടി വരും. അമേരിക്കയിൽ നിന്നൊക്കെ നമുക്കൊരു എക്സെപ്ഷണൽ കേസായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് ചോദിച്ചിട്ടില്ല. അതുപോലെ തന്നെ പോസ്റ്റ് കൊളോണിയൽ, പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വേൾഡ് ലിറ്ററേച്ചർ, അതൊക്കെ നമുക്കൊരു എക്സെപ്ഷണൽ കേസായിട്ട് പറഞ്ഞത്. നാളെ നമുക്ക് ചോദിക്കില്ല എന്നും പറയാൻ പറ്റില്ല എന്നാണ്. പക്ഷെ ലാസ്റ്റ് ടൈമിൽ ഇത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ചില ഏരിയയിൽ ഓപ്ഷൻസിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അല്ലെ? ഓപ്ഷൻസിൽ വന്നിട്ടുണ്ട്, ഓതേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന ഏരിയയിൽ നിന്ന് പൊതുവെ കുറവായിരുന്നു. ഐ മീൻ അമേരിക്കനും പോസ്റ്റ് കൊളോണിയലും അതേപോലെ തന്നെ വേൾഡ് ലിറ്ററേച്ചർ എന്നൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ, ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 2 ടേം, ഓക്കെ, ജൂൺ ഡിസംബർ, അതുപോലെ തന്നെ 2025 ജൂൺ. അപ്പൊ നമുക്ക് ആ ഒരു എവല്യൂഷൻ എന്തെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളുടെ മെയിൻ പോയിന്റ് ഇതാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് നിങ്ങൾ ഈ ട്രെൻഡും അതേപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഫോംസിന്റെ പുറകെ പോകാതെ കറക്റ്റ് ഫണ്ടമെന്റൽസ് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ക്വാളിഫൈഡ് ആവും. അതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഓരോ എക്സാം കഴിയുമ്പോൾ സ്റ്റുഡൻസിന്
നമുക്ക് സൈക്കോളജിക്കലി നമുക്കൊരു റീസൺ കണ്ടെത്തണം നമ്മൾ എന്തുകൊണ്ട് ക്വാളിഫൈഡ് ആയില്ല എന്നുള്ള രീതിയിലേക്ക്. അപ്പൊ ആസ്പിറൻസ് എപ്പോഴും അത് അങ്ങനെയായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ കണ്ണിൽ പെടുന്ന അല്ലെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് ആവുന്നത് നമ്മൾ പഠിക്കാത്ത ഏരിയയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരിക്കും, അത് നമുക്കവിടെ സ്ട്രൈക്ക് ആവുള്ളൂ എന്ന് മാത്രമല്ല അതിന്റെ പേഴ്സണൽ പ്രശ്നം വളരെ വലുതെന്ന് നമുക്കവിടെ തോന്നുകയും ചെയ്യും. എന്നാൽ നമുക്ക് റിവിഷൻ കുറവുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതെ പോയാൽ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആക്കാൻ പോകായിരുന്ന ഫണ്ടമെന്റൽസും ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു അവിടെ സ്റ്റിൽ മാക്സിമം വന്നിരിക്കുന്നത്. ആ ഒരു ഫാക്ടിനെ നമ്മൾ സൈക്കോളജിക്കലി ഹൈഡ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തുകൊണ്ട് ഡിസ്ക്വാളിഫൈ എന്ന് പറയുമ്പോൾ നമുക്കൊരു ജസ്റ്റിഫിക്കേഷൻ വേണമല്ലോ. ഒന്ന് നമുക്ക് നമ്മോട് തന്നെ പറയണം, പിന്നെ അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു റീസൺസ് കണ്ടെത്തണം ബേസിക്കലി. അപ്പൊ ആ ഹ്യൂമൻ ബീങ്സ് നമ്മളെല്ലാവരും എന്ത് ചെയ്യും, അറിയത്തില്ലാത്ത കുറെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു, അതുകൊണ്ടായിരുന്നു എക്സാം ഡിഫിക്കൽട്ട് ആയത് എന്ന് പറയും. അത് തത്വത്തിൽ ശരി നമുക്ക് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു ഇപ്പൊ കണ്ടോ നമ്മൾ പറയുന്നത് ചുമ്മാ അങ്ങ് പറയല്ല, അനാലിസിസ് വഴി നമ്മൾ കറക്റ്റ് പേഴ്സണൽ ഡെവലപ്മെന്റ് എടുത്ത് നോക്കുന്നതിനും ഫണ്ടമെന്റൽസ് ഏരിയാസ് എല്ലാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നു, ക്വാളിഫൈഡ് ആകാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, പോസ്റ്റ് കോളനിൽ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, വേൾഡ് ലിറ്ററേച്ചറിൽ നിന്ന് ക്വസ്റ്റ്യൻ കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആയത് എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. അതായത് കറക്റ്റ് ആയിട്ട് എടുത്ത് നോക്കുക, ബ്രിട്ടീഷിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, തിയറിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ക്രിറ്റിസിസം നല്ല വെയിറ്റേജിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതൊരു പുതിയ ട്രെൻഡ് ബേസിക് നമുക്ക് കൂടുതലായിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബേസിക് ആയിട്ട് ചോദിക്കുന്ന എല്ലാ ഏരിയസിനും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ക്വാളിഫൈഡ് ആകായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, കമ്പാരിറ്റീവ് അനാലിസിസ് നമുക്ക് നടത്താം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബ്രിട്ടീഷിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ബ്രിട്ടീഷിൽ ഒരു ടെൻഡൻസി നമുക്ക് കൂടെ എടുത്ത് നോക്കാം. ഈ പ്രാവശ്യം അപ്രോക്സിമേറ്റ്ലി 22% ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കോമ്പിനേഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ, കോമ്പിനേഷൻ നമ്മൾ പരിഗണിക്കുന്നില്ല. ബാക്കി ക്വസ്റ്റ്യൻസ് മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രയാണ്, 22%. മുൻകാലങ്ങൾ നമുക്ക് എടുത്ത് നോക്കാം. 2 വർഷം ഏതാണ്, ജൂൺ 2024 എടുത്ത് നോക്കി, ഏകദേശം ഒരു 28% അല്ലേ വന്നിരിക്കുന്നത്. ഓക്കെ, തൊട്ടടുത്ത ടൈം ഡിസംബറിലേക്ക് 2024 എത്രയാണ്, 26%. അപ്പൊ 28-26% ഉണ്ടായിരുന്നു, ഇവിടെ എത്രയാണ്, 22% കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു അനാലിസിസ് കഴിയുമ്പോഴത്തേനും ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന്റെ വെയിറ്റേജ് കുറഞ്ഞു വന്ന രീതിയിലേക്ക് വേണം സ്റ്റാറ്റിസ്റ്റിക്കലി പറയാമെന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ ഇപ്പോഴും എടുത്തു നോക്കുക, ഏറ്റവും ലീഡിംഗ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എവിടെ തന്നെയാണ്, ബ്രിട്ടീഷിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന്റെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ടൈം. ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന് ഇപ്പൊ എടുത്ത് നോക്കുമ്പോൾ വളരെ ഫൗണ്ടേഷണൽ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ആദ്യം ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ആ ഫൗണ്ടേഷണൽ ലെവൽ പഠിച്ചു പോയ ഒരു കുട്ടിക്ക് അത് ഈസി ആയിട്ട് പക്ഷെ അത് മാത്രമല്ല, ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല, വളരെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടായിരുന്നു, ഒരുപാട് കാണാൻ പറ്റി. അതുപോലെ തന്നെ മേജർ ഓതേഴ്സിന്റെ മൈനർ ഡീറ്റെയിൽസ് സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഇടയ്ക്ക് മിസ് ഔട്ട് ആയി പോകുന്ന കാര്യങ്ങളാണ്, പക്ഷെ അതും കൂടെ ഫോക്കസ് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇപ്പം ഈ പലതരത്തിൽപ്പെട്ട അനാലിസിസ് വരുന്നതുകൊണ്ട് ഒരു ട്രൂ ആസ്പിറന്റിനോട് നമുക്ക് എന്താ പറയേണ്ടത്, ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന്റെ ഇമ്പോർട്ടൻസ് എന്തെങ്കിലും UGC നെറ്റ് എക്സാമിൽ കുറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ബ്രിട്ടീഷ് ലിറ്ററേച്ചർ അതുപോലെ എങ്ങനെയായിരുന്നോ പഠിച്ചുകൊണ്ടിരുന്നത് അതേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ ഇനിയും പഠിച്ചുകൊണ്ടിരിക്കും, ഒരിക്കലും കുറയാനും പോകുന്നില്ല. പക്ഷെ ഇൻ ടേംസ് ഓഫ് പെർസെന്റേജ് സ്റ്റാറ്റ്സിസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ് ആക്ച്വലി കുറച്ച് വെയിറ്റേജ് അവിടെ കുറഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്കത് പറയാൻ സാധിക്കും. പക്ഷെ അത് വെച്ചുകൊണ്ട് അതായത് 28%, 26%, ആ 26%, 22% വന്നു എന്ന് നമുക്ക് പറയാമെന്നുണ്ടെങ്കിലും ഇപ്പോഴും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇവിടെ തന്നെയാണ്, കൂടെ പാസേജ് കോംപ്രിഹെൻഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഞങ്ങളുടെ ഒരു മേജർ കൺക്ലൂഷൻ ഇതാണ്, നിങ്ങൾ ഈ പാറ്റേൺ ചേഞ്ചിന്റെ പുറകെ പോകാതെ ഫണ്ടമെന്റൽസ് സ്റ്റിക്ക് ഓൺ ചെയ്യുക. എസ്പെഷ്യലി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, അത് പഠിച്ചു പോകും. പിന്നെ ചെറിയ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതലായിട്ട് ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസിൽ കാണാൻ പറ്റുന്നുണ്ട്. ടെക്സ്റ്റുമായിട്ട് പരിചയമുള്ള ഒരു കുട്ടിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതലായിട്ട് ഈ പോയട്രി എന്നുള്ള കോട്ട്സും അതുപോലെ തന്നെ പാസേജസും അതൊക്കെ അതുമായിട്ട് ഒരു പരിചയം ഉള്ള ആള് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ AI ഒക്കെ വളരെ എക്സസീവ് ആയിട്ട് യൂസ് ചെയ്ത് വളരെ സമ്മറി ഒക്കെ മാത്രം എടുത്ത് പോകുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിലേക്കുള്ള ടെക്സ്റ്റ് ബുക്സിലേക്ക് കുറച്ച് പരിചയങ്ങൾ വേണം, കുറച്ചുകൂടെ ഇൻഡെപ്ത് നോളജ് വേണം. ഒന്നുമില്ലെങ്കിലും കോളേജിൽ പ്രൊഫസറായിട്ട് പഠിപ്പിക്കാൻ പോകുന്ന ഒരാളാണ്, അപ്പൊ എന്തുണ്ടെങ്കിലും ChatGPT ചോദിക്കാതെ കുറച്ചൊരു ഇൻഡെപ്ത് റീഡിംഗ് ഒക്കെ ആവശ്യമായിട്ടുള്ള ചില കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെ കാണാൻ സാധിക്കും, ബ്രിട്ടീഷിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഫണ്ടമെന്റൽസ് ഇൻഡാക്ട് തന്നെയാണ് അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആയിരുന്നു നമ്മൾ പറഞ്ഞ എല്ലാ സ്റ്റുഡൻസും വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠിച്ചു പോകേണ്ട വളരെ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ. അത് തന്നെയാണ് അവസാനത്തെ 3 ടൈമിലെ കമ്പാരിറ്റീവ് അനാലിസിസ് എടുക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് പറയുന്നത് പറഞ്ഞല്ലോ, നമ്മൾ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഓർത്തെടുത്ത് നമ്മൾ കുറെ ഹൈപ്പോത്തറ്റിക്കലി കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നതല്ല, പെർഫെക്റ്റ് അനാലിസിസ് ക്വസ്റ്റ്യൻ പേപ്പർ മുന്നിൽ വെച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. അതും UGC റിലീസ് ചെയ്ത ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ വെച്ചതിന് ശേഷം. ഇനി നമുക്കവിടെ ഈ പറഞ്ഞൊരു ടെൻഡൻസി നമുക്കവിടെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ആണ് അവിടെ ഏറ്റവും ഹയസ്റ്റ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്കവിടെ എടുത്ത് നോക്കി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്കവിടെ ചോദിക്കുന്നത് ക്രിറ്റിസിസം ആണ് അല്ലെ? അപ്രോക്സിമേറ്റ്ലി ഒരു
20% ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മുൻകാലം നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ എടുത്ത് നോക്കുക, ജൂണിലാണെന്നുണ്ടെങ്കിൽ ക്രിറ്റിസിസം കണ്ടോ 7% ആണ് അപ്രോക്സിമേറ്റ്ലി ചോദിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത ഡിസംബർ 24 എത്തുകയാണെങ്കിൽ അത് എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി 9% ആണെന്നുള്ളതാണ്. അതാണ് എങ്ങോട്ട് എത്തിയിരിക്കുന്നത്, ഒരു 20% എന്ന രീതിയിലേക്ക് നമുക്കത് പറയാനായിട്ട് സാധിക്കുന്ന രീതിയിലേക്ക് അവിടെ എത്തിയിരിക്കുന്നതാണ്. ഇതൊരു ട്രെൻഡ് ആണോ എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ട്രെൻഡ് ഒന്നും അല്ല. ബേസിക്കലി നേരത്തെ ഈ പറഞ്ഞ ഒരു 7, 8, 9 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരുന്നു. ഈ പ്രാവശ്യം ഏകദേശം ഒരു 18, 19 ക്വസ്റ്റ്യൻസ് എന്താണ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതൊരു ചേഞ്ച് തന്നെയാണ്. ക്രിറ്റിസിസം എന്ന് പറഞ്ഞിരിക്കുന്ന 7 മുതൽ ഏകദേശം ഒരു 8 വരെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്ന ഏകദേശം ഈ പ്രാവശ്യം 18, 19 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്കൊരു പഠിക്കുന്ന ഒരു ആസ്പിരന്റിനോട് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? അതായത് ഇൻ ടേംസ് ഓഫ് അലോക്കേഷൻ, അത് പണ്ടാണെങ്കിലും ശരി ഇപ്പോഴാണെങ്കിലും ശരി, നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഡിഫിക്കൽട്ടി ലെവൽ എന്തും ആയിക്കോട്ടെ, യു ഹാവ് ടു സ്റ്റിക്ക് ഓൺ യുവർ ബേസിക്സ്, ഫണ്ടമെന്റൽസിൽ ഫോക്കസ് ചെയ്യണമെന്നാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ക്രിറ്റിസിസം എന്ന് പറയുന്നത് പഴയ പാറ്റേണിൽ 7 മുതൽ 9 വരെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലേക്ക് 10% മുകളിൽ 19% ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണെങ്കിലും നമുക്ക് ഫണ്ടമെന്റൽ ഏരിയ എന്ന രീതിയിലേക്ക് നമുക്ക് പറയാവുന്ന ഒരു ഏരിയ തന്നെയാണ്. പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 7 ക്വസ്റ്റ്യൻസ് കിട്ടും. മേ ബി ഇപ്പൊ ലാസ്റ്റ് ടൈം ചോദിച്ചാണെങ്കിൽ ഒരു 16, 17 ക്വസ്റ്റ്യൻസ് വരെ പോകുന്ന സിറ്റുവേഷൻസ് മേ ബി അതോടെ വന്നേക്കാം എന്നുള്ളതാണ്. ശരിയല്ലേ? അപ്പൊ ക്രിറ്റിസിസവുമായിട്ട് ബന്ധപ്പെട്ട് എന്താ സ്റ്റുഡൻസിനോട് നമുക്കൊന്ന് പറയാനുള്ളത്? ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മാറി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്ന രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. കൂടുതലായിട്ട് ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ക്രിറ്റിസിസത്തിലും കാണുന്നുണ്ട്. അതായത് കോഡ്സ് തന്നിട്ട് ഇത് ആരുടെയാണ് അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ആരുടെയാണ് എന്നുള്ള രീതിയിൽ കൂടുതൽ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റ് അറിയെങ്കിൽ മാത്രം ആൻസർ ചെയ്യാം. ഐ മീൻ റീഡിംഗ് വേണം. ചുമ്മാ എന്തെങ്കിലും സമ്മറോ പാസീവ് റീഡിംഗ് ഒന്നും പോയതിനു ശേഷം കാര്യമില്ല എന്ന രീതിയിലേക്കുള്ള അവിടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഫൗണ്ടേഷണൽ ടെക്സ്റ്റുകളിൽ എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞിരിക്കണം എന്ന്. ബാക്ക് ടു യുവർ ബേസിക്സ്, അതാണ് എപ്പോഴും അതാണ്. നിങ്ങൾ നിങ്ങളുടെ ബേസിക്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാന്നുള്ളത് തന്നെയാണ് നമുക്ക് അവിടെ പറയേണ്ടതെന്നുള്ളതാണ്. അപ്പൊ ആസ്പിരൻസിനോട് ഞങ്ങൾക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. ഇതൊരു കറക്റ്റ് ട്രെൻഡ് ആണെന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കത്തില്ല. അതായത് 6-7% ചോദിച്ചിരുന്നത്, അതായത് നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. എടുത്ത് നോക്കുക, ക്രിറ്റിസിസം ജൂൺ 24 7% ആണ്. തൊട്ടടുത്ത വർഷം അത് 9% ആണ് അപ്രോക്സിമേറ്റ്ലി. ഈ പ്രാവശ്യം അത് 19% ഉണ്ട് എന്ന് വെച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് എല്ലാ പ്രാവശ്യവും ഇവിടുന്ന് 20%, 25% ചോദിക്കുന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ഒരു ഗ്രാജുവലി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വെയിറ്റേജ് കൂടിക്കൂടി വരുന്ന ഒരു ഏരിയ ആയിട്ട് നമുക്ക് അവിടെ കാണുന്നുണ്ട്. അപ്പൊ ഫണ്ടമെന്റൽസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉൾപ്പെടുത്താം, അല്ലെ? അതായത് ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകേണ്ട, നന്നായിട്ട് റിവിഷൻസും ക്വസ്റ്റ്യൻ പ്രാക്ടീസും ചെയ്തിട്ട് പോകേണ്ട ഒരു ഏരിയ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ക്രിറ്റിസിസം നമുക്ക് അവിടെ ഉൾപ്പെടുത്താവുന്നതാണ്. അറ്റ്ലീസ്റ്റ് നേരത്തെ ചോദിച്ചിരുന്ന 7 ക്വസ്റ്റ്യൻസ് എങ്കിലും കിട്ടും. ഇനി ഈ പറഞ്ഞിരിക്കുന്ന 19 എന്ന് പറയുന്നത് 20, 22 ആയാലും നമുക്ക് അവിടെ അത്ഭുതപ്പെടാറുന്നില്ല. അത് അവരുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. പല ഫോംസിലേക്ക് വന്ന് ഇതിനും എസ്പെഷ്യലി ഈ കോമ്പിനേഷൻ ക്വസ്റ്റൻ ഒക്കെ വരുമ്പോഴേ നമുക്ക് പക്ക പാറ്റേൺ നമുക്ക് അലോക്കേറ്റീവ് ഫോംസ് നമുക്ക് അവിടെ ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചില ഏരിയയിൽ നിന്ന് ക്വസ്റ്റൻസ് കൂടും, ചില ഏരിയയിൽ നിന്ന് ക്വസ്റ്റൻസ് കുറയും എന്ന് പറഞ്ഞൊരു ഫോം അവിടെ വരാനുള്ള പോസിബിലിറ്റീസ് നമുക്ക് അവിടെ ഉണ്ട് എന്നതാണ്. അപ്പോൾ ഫണ്ടമെന്റൽസിൽ ഉൾപ്പെടുത്തി നിങ്ങൾ ഉറപ്പായിട്ടും ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ് അത്. ക്രിറ്റിസിസം നന്നായിട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആകാൻ വേണ്ടി ഉറപ്പായിട്ടും അവരെ എന്ത് ചെയ്യാതെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഏരിയ തന്നെയാണെന്നുള്ളതാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഏരിയ തിയറി, അല്ലെ? എത്ര ശതമാനം ലാസ്റ്റ് ടൈം ചോദിച്ചിരിക്കുന്ന? ഏകദേശം 18% അവിടെ ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ക്രിറ്റിസിസത്തിന്റെ അതേ ഒരു ടെൻഡൻസി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് അവിടെ പറയാൻ സാധിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ, അല്ലെ, 2024 നമ്മൾ ക്രിറ്റിസിസം നമ്മൾ എടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ 7% ആയിരുന്നു നമുക്ക് അവിടെ. സോറി, തിയറി നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഏതാ പറഞ്ഞിരിക്കുന്നത്? ഏകദേശം ഒരു 11% നമുക്ക് അവിടെ ചോദിച്ചിരിക്കുന്നത്, അല്ലെ? ക്രിറ്റിസിസം നമ്മളോട് നമ്മൾ കൺക്ലൂഡ് ചെയ്തതാണ്. തിയറിയിലേക്ക് നമ്മൾ 11% നമുക്ക് അവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദെൻ തൊട്ടടുത്ത ടൈമിൽ ഡിസംബറിലേക്ക് നമുക്ക് അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും അത് എത്രയുണ്ട്? 13% ഉണ്ട്. അപ്പൊ തിയറിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ട്രെൻഡ് ഇവിടെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇവിടെ എടുത്ത് നോക്കുക. 12% ഉണ്ടായിരുന്ന തൊട്ടടുത്ത ടൈമിൽ അത് ഈ പറഞ്ഞ രീതിയിലേക്ക് 13% വരുന്നു. ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് ജൂൺ എക്സാമിൽ അത് എത്രയാണ്? ഓൾമോസ്റ്റ് 18% ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്രിറ്റിസിസം എന്താണോ നമ്മൾ പറഞ്ഞത് അതേപോലെ തന്നെയാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പാറ്റേണും അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തിയറി പൊതുവെ ഇപ്പൊ ലാസ്റ്റ് കുറച്ച് ടേംസിലായിട്ട് തിയറിയും പോസ്റ്റ് കൊളോണിയലും കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കുന്ന ഒരു ഏരിയ ആയിട്ട് NTA ഫോക്കസ് ചെയ്യുന്ന ഏരിയ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വെയിറ്റേജ് കുറച്ച് കൂടിയെന്നേ ഉള്ളൂ. പക്ഷെ തിയറി ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെയാണ് ഈ എക്സാമിലും ചോദിച്ചത്. ആ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു പോയിരുന്നെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ ബേസിക്സിൽ ഫണ്ടമെന്റൽസിൽ ഉൾപ്പെടുത്തി പഠിക്കാവുന്ന ഒരു സിലബസ് പോർഷൻ തന്നെയാണ് തിയറി എന്ന് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ഇയറിലെ 2 ടൈം ആണെങ്കിൽ ഏകദേശം നമുക്ക് 11, 13% ചോദിച്ചിരുന്ന ഈ ടൈമിൽ ഏകദേശം ഒരു 18% ഉയർന്നിട്ടുണ്ട്. അപ്പം ട്രെൻഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടി വരുന്നു. പക്ഷെ അത് എപ്പോഴും നിലനിൽക്കണമെന്നൊന്നുമില്ല. പക്ഷെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു 10 മുതൽ 12 വരെ ക്വസ്റ്റ്യൻ എങ്ങനെ കാണിച്ചാലും നമുക്ക്
അലോക്കേറ്റ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഏതാണ് തിയറി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നന്നായിട്ട് ഫണ്ടമെന്റ്സ് ഉൾപ്പെടുത്തി പഠിച്ചിട്ട് പോകേണ്ട ഏരിയ തന്നെയാണ് അല്ലെ. കീ ക്വസ്റ്റ്യൻസ് ഇല്ല എന്നല്ല, ഓഫ് കോഴ്സ് പുതിയ തിയറീസും കണ്ടംപററി തിയറീസും തിയറിസ്റ്റുകളും അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ബേസിക് കാര്യങ്ങളൊക്കെ അറിയുമെങ്കിൽ ക്വാളിഫൈ ആവാൻ പറ്റുന്ന അതാണ്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ്. സി, നമ്മൾ ഇവിടുന്ന് ഒരു ടോപ്പിക്കിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പറയുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനും വളരെ ഈസി അല്ല, ട്രിക്കി ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട് ആക്ച്വലി. ഓക്കെ, നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് കാണും, പക്ഷെ ഫണ്ടമെന്റ്സിന് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ള മജോറിറ്റി ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്. അതെങ്കിലും നമുക്ക് ശരിയാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ക്വാളിഫൈഡ് ആവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കോളജിക്കലി നമുക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സാം ഹാൾ നമ്മുടെ തലയിൽ കയറുള്ളൂ. ഈ നമുക്ക് ശരിയാക്കാമായിരുന്നു എന്നുള്ള ഏരിയയിലേക്ക് നമ്മൾ ഫോക്കസ് നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ നമുക്ക് അവിടെ വരാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട് എന്നതാണ്. അടുത്ത് നമ്മളിനി നോക്കുന്നത് ലിംഗ്വിസ്റ്റിക് അല്ലെ, 8 ആൻസർ. അപ്പം ലാസ്റ്റ് ടൈമിൽ ഏകദേശം ഈ ഒരു ഏരിയയിൽ നമുക്ക് എത്രയുണ്ട്, ഒരു അപ്രോക്സിമേറ്റ്ലി 11% അല്ലെ. അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 11% ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റും. അതിന്റെ ഒരു ടെൻഡൻസി എന്തായിരുന്നു മുൻകാലങ്ങളിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ എടുത്ത് നോക്കാം അല്ലെ, 7% ആയിരുന്നു ജൂൺ 24 ആൻഡ് ദെൻ തൊട്ടടുത്ത ടൈമിൽ അത് 9% ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ ഇങ്ങോട്ട് ഇത് വന്നു കഴിയുമ്പോൾ അവിടെ എന്താണ് 10%. അപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, വലിയൊരു ഡീവിയേഷൻ ഇല്ല, കൂടുന്നും കുറയുന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഒരു എക്സാമിന് വരാൻ സാധിക്കുന്ന ഒരു അത്യാവശ്യം ഒരു 7 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 8 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ 10 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു മീൻ ആവറേജ് ഒരു ഇൻടാക്ട് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ അവിടെ എന്താണ് ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. അത് നമ്മൾ പറയുമ്പോഴാണ് ഇത് അവസാനത്തെ 3 ടൈമിലെ ട്രെൻഡാണ്. 24 ജൂണും ഡിസംബറും 25 ജൂണുമാണ് നമുക്ക് ഈ പറഞ്ഞ രീതിയിലേക്ക് ലിംഗ്വിസ്റ്റിക്സ് എത്രയാണ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എടുത്ത് നോക്കുക. ചുമ്മാ അങ്ങ് പറയല്ലേ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയതിനും ഇവിടുന്ന് 7% ജൂണിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു, തൊട്ടടുത്ത ടൈം അവിടുന്ന് 9% ക്വസ്റ്റ്യൻ ചോദിച്ചു, ഈ ടൈം അവിടുന്ന് 11% ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇത് ലാസ്റ്റ് 3 ടൈമിലെ ടെൻഡൻസിയാണ്. നമുക്കിത് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം, ഒരു 2.5-3 years ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ഇല്ല, വളരെ ലീസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരുന്ന ഒരു ഏരിയ ആണ്. 2, 3 to maximum 5 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിരുന്നുള്ളൂ. പക്ഷെ ഈ റീസെന്റ് ട്രെൻഡ് ആയിട്ട് ഇതിന്റെ വെയിറ്റേജ് ഇവിടുന്നൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആ രീതിയിലായിരുന്നു അതിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. എക്സാമിന് തൊട്ട് മുമ്പ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് പോകുന്നു, ഒരു 3 to 5 ക്വസ്റ്റ്യൻസ് അല്ലേ എന്നൊരു ഇമ്പോർട്ടൻസ് മാത്രമേ നമ്മൾ എന്താണ് അതിനോടെ പരിഗണിച്ചിരുന്നത് എന്നുള്ളതാണ്. ശരിയല്ലേ? ഓക്കെ, സോ അപ്പം ഈ പറയുന്ന ഒരു ട്രെൻഡ് അതുള്ളത് തന്നെയാണ്. മുൻകാലങ്ങളിൽ 1-2 ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നിടത്ത് ഇപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് 6 മുതൽ 10 വരെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു രീതി നമുക്കതവിടെ ഉണ്ട് എന്നുള്ളതാണ്. ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാവുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എടുത്തു നോക്കാം. ഇത് കണ്ടോ, ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ ആണ് അല്ലെ. ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രാവശ്യം ഇവിടെ എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്? ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നതിൽ നമുക്ക് ഓൾമോസ്റ്റ് 9% ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ ചോദിച്ചിരിക്കുന്നത്. 2024 ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബറിൽ അതവിടെ എത്ര ഉണ്ടായിരുന്നു? ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ 9 ആണ്. നമുക്ക് ഈ പറയുന്ന ഒരു പോയിന്റിലേക്ക് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രാവശ്യമൊക്കെ ഇവിടെ എനിക്ക് തോന്നുന്നു വളരെ മാർജിൻ, അതായത് 24 3.3% ചോദിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത വർഷം ഇത് ഇവിടെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞാണ് 1.2% ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 3ഉം 1.2 ഒക്കെ ചോദിച്ചിരിക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ 9% എത്തിയിരിക്കുന്നത്. എന്താ ആസ്പിറൻസിനോട് പറയാനുള്ളത്? ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ നമുക്കറിയാം, പേപ്പർ 1ലും നമുക്ക് ഇതേ ഒരു ടോപ്പിക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ സെയിം കമ്മീഷൻസും ഒക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. കുറച്ച് ടോപ്പിക്സ് എക്സ്ട്രാ വരുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് അത്രയ്ക്ക് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല, അതിലും പേപ്പർ 1ലും വരുന്നതുകൊണ്ട്. ഈ പ്രാവശ്യം കൂടുതലായിട്ട് ഇന്ത്യയിലുള്ള റിഫോംസും കാര്യങ്ങളും അതിന്റെ പ്രൊപ്പോണൻസും ഒക്കെ കൂടുതലായിട്ട് ചോദിച്ചത് കാണുന്നുണ്ട്. അപ്പൊ ഇതൊരു ട്രെൻഡ് ആണോ എന്ന് പറയാൻ പറ്റില്ല, ഇനിയും അങ്ങനെ തന്നെ ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ത്യ വന്നതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ പെർസ്പെക്റ്റീവ്സിന് കുറച്ച് വെയിറ്റേജ്, അത് ഓവറോൾ ഇപ്പൊ UGC എക്സാമിന്റെ ഇംഗ്ലീഷിൽ മാത്രമല്ല പല സബ്ജക്റ്റുകൾക്കും അത് ഉണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ പെർസ്പെക്റ്റീവ്സിന് കുറച്ച് കൂടുതൽ വെയിറ്റേജ് അവർ ഇന്ത്യ വന്നതിന് ശേഷം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈവൻ പേപ്പർ 1ൽ പോലും അതുണ്ട്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ലോജിക്കൽ റീസണിങ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനും ഇന്ത്യൻ ലോജിക്ക് എന്നൊരു പർട്ടിക്കുലർ ടോപ്പിക് ആഡ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ പഴയ വെസ്റ്റേൺ ലോജിക്ക് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ അതൊരു ഇംഗ്ലീഷിന് മാത്രം ഒരു ടെൻഡൻസി അല്ല, അതായത് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടെൻഡൻസി കൂടി വരുന്നുണ്ട്. അത് എല്ലാ സബ്ജക്റ്റുകളിലും അങ്ങനത്തെ ഒരു ടോപ്പിക്കിന് ഇന്ത്യ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടാണ് നമുക്കവിടെ കാണുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫണ്ടമെന്റൽസിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് പഠിച്ചിട്ട് പോകാവുന്ന തന്നെയാണ് അല്ലെ. അപ്പൊ പേപ്പർ 1 ഉപകരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. യുഎസ് യൂഷ്വലി ചോദിക്കുന്ന പാറ്റേൺ ഒക്കെ തന്നെയല്ലേ ഈ പ്രാവശ്യം ചോദിച്ചു? എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു? ഡിഫറൻസ് ഉണ്ടോ ചോദിച്ചാൽ സാൻസ്ക്രിറ്റിനെ പറ്റിയൊക്കെ 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആസ് എൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡന്റ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ബേസിക്കലി. അതുകൊണ്ട് എപ്പോഴും അത് അങ്ങനെയാണ്. ഒരു JRF കിട്ടിക്കഴിഞ്ഞാൽ പോലും നമുക്കൊരു 75% മതി. 25% എന്ന് പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ പോലും നമ്മളവിടെ ക്വാളിഫൈഡ് ആവും എന്നുള്ളതാണ്. അപ്പം ഇതുപോലൊരു നാഷണൽ എക്സാമിൽ അതും
ഇംഗ്ലീഷിനൊക്കെ അറിയാം, കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം 1% പോലും JRF കിട്ടാറില്ല. 0.87 0.9 പലപ്പോഴും പല സമയങ്ങളും വരുന്നത് എന്നുള്ളതാണ്. വേക്കൻസി നമ്മൾ എടുത്ത് നോക്കി പല പ്രാവശ്യം അതുമൊക്കെ പല ക്ലാഷുകളും UGC ഒക്കെ ആയിട്ട് പല ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വാസ്തവപരമായ കാര്യമാണ്. അതുപോലെ തന്നെ 6% ആൾക്കാർക്ക് നെറ്റ് കിട്ടുള്ളൂ. ഇങ്ങനെ 7% ആൾക്കാർ ജയിക്കുന്ന അത്രയും ഡിഫിക്കൽട്ട് ലെവലുള്ള ഒരു എക്സാമിൽ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും അൺയൂഷ്വൽ ഒന്നും അല്ല എന്നുള്ളതാണ്. കാരണം പല ഏരിയകളിലും നിങ്ങൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം എന്ന ഏരിയയിൽ നിന്ന് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം പൊതുവെ പറയുമ്പോൾ റീസെന്റ് ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷിന് ഇന്ത്യയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഫണ്ടമെന്റൽസിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് പഠിച്ചിട്ട് പോകാവുന്ന തന്നെയാണ്. അത് മാറാനൊരു ടെൻഡൻസിയും ഇല്ല. മാറാനുള്ളൊരു ടെൻഡൻസി വളരെ കുറവായിരിക്കും ഉറപ്പായിട്ടും. പ്രത്യേകിച്ച് NDAയുടെ ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അവിടുത്തെയും കാര്യങ്ങൾ എടുത്ത് നോക്കുന്നതിന് ഇവർ ഈ പറയുന്ന എല്ലാം വിഷൻ സെയിം ആണ് ആക്ച്വലി. അതാണ്. അതപ്പോൾ ഇംഗ്ലീഷിന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു പേപ്പർ 1 ഉണ്ട്, ബാക്കി ഇതേപോലുള്ള സിമിലർ സബ്ജക്റ്റുകളെല്ലാം ഈ ഇന്ത്യൻ പെർസ്പെക്റ്റീവ്സിന് ഒരു വെയിറ്റേജ് കൊടുത്ത് വരുന്നുണ്ട് ഇപ്പോൾ NDA. അതുകൊണ്ട് നിങ്ങൾക്ക് ഫണ്ടമെന്റൽസ് ഉൾപ്പെടുത്തി പഠിച്ചിട്ട് പോകാൻ തന്നെയാണ്. എനിക്കൊന്ന് പേപ്പർ 1 ഉപകരിക്കും. അതെ, തീർച്ചയായും. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് അടുത്ത ഏരിയ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഇവിടെ എടുത്തു നോക്കാം. ജൂൺ ടൈം നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ റിസർച്ച് അല്ലെ. റിസർച്ച് ഏകദേശം 8% ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തൊട്ടടുത്ത വർഷമായിട്ട് കമ്പാരിറ്റീവ് അനാലിസിസ് നമുക്ക് അവിടെ നടത്താം. റിസർച്ചിന് ഇവിടെ എടുത്ത് നോക്കുക. ജൂൺ 24 ആണെങ്കിൽ 6% അപ്രോക്സിമേറ്റ്ലി എന്ന് നമുക്ക് പറയാം അല്ലെ. തൊട്ടടുത്ത ഡിസംബറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും എത്രയുണ്ട്? റിസർച്ചിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും 3.5 ആണ് എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 4% നമുക്ക് ഇവിടെ പറയാവുന്നതാണ്. ഓക്കെ, ആൻഡ് ദെൻ ഈ ഒരു പ്രാവശ്യം അത് എത്രയുണ്ട്? ഏകദേശം ഒരു 8%. കൂടിയെന്നോ കുറഞ്ഞെന്നോ ഒന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. മാർജിനൽ ചേഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഒരു 6, 5, 8 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടുണ്ട്. 5 മുതൽ 8 വരെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാറുണ്ട്. ഞാനൊരു ആവറേജ് ആണ് അവിടെ പറഞ്ഞത്. അതായത് 24 അവിടെ ജൂൺ എടുക്കുവാണെങ്കിൽ 6% ഉണ്ടായിരുന്നു. തൊട്ടടുത്ത ടൈമിൽ 4%. ഡിസംബറിൽ 24 25 എടുക്കുമ്പോൾ 8% ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ആവറേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ 5 മുതൽ 8 വരെ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും കിട്ടും. റിസർച്ച് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ പഠിച്ചിട്ട് പോവാണെന്നുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടുള്ള ഏരിയ ആണോ പ്രിപ്പയർ ചെയ്യാനായിട്ട്? അല്ല, മുൻവർഷങ്ങളിൽ റിസർച്ചിൽ കൂടുതൽ റെഫറൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു ചോദിക്കാറ്. പക്ഷെ ഇപ്പൊ കൂടുതൽ അവർ ഏറ്റവും പുതിയ റിസർച്ച് മെത്തേഡ്സും അതിന്റെ പ്രൊപ്പോണൻസും ഒക്കെ വെച്ചിട്ട് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ഏരിയയും കൂടെ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നന്നായിരിക്കും. അപ്പൊ എന്തായാലും പഠിച്ചിട്ട് പോകേണ്ട ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇൻടാക്ട് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. വലിയ രീതിയിലേക്ക് ക്വസ്റ്റ്യൻ കൂടിയെന്നോ വലിയ രീതിയിലേക്ക് ക്വസ്റ്റ്യൻ കുറഞ്ഞെന്നോ നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. റീസെന്റ് ട്രെൻഡ് എടുത്ത് നോക്കിയതിനും ക്വസ്റ്റ്യൻ ഉണ്ട്. മിനിമം നിങ്ങൾക്ക് ഒരു 5 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ്. പ്രിപ്പയർ ചെയ്തിട്ട് നന്നായിട്ട് പോകുക എന്നുള്ളതാണ്. ഇനി അടുത്ത് നമുക്ക് ഇന്ത്യൻ ലിറ്ററേച്ചർ ആണ്. ഇന്ത്യൻ ലിറ്ററേച്ചർ ലാസ്റ്റ് ടൈം നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ എത്രയുണ്ട്? ഒരു 6% ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് പറയാൻ സാധിക്കും അല്ലെ. അത് തന്നെ നമ്മൾ ഇങ്ങോട്ട് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ഇവിടെ എടുത്ത് നോക്കുക. ജൂൺ ആയിരുന്നെന്നുണ്ടെങ്കിൽ അത് എത്രയുണ്ടായിരുന്നു? 8% ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ അതേപോലെ തന്നെ ഡിസംബറിലേക്ക് നമുക്കത് വന്നു കഴിയുമ്പോഴും അത് എത്രയുണ്ട്? ഏകദേശം 11% ഉണ്ട് നമുക്ക് അവിടെ പറയാൻ സാധിക്കും. ആൻഡ് ദെൻ ഈ പ്രാവശ്യം അത് എത്രയുണ്ട്? 6%. അപ്പൊ ഇൻ ടേംസ് ഓഫ് പെർസെന്റേജ് കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ കുറഞ്ഞു. പക്ഷെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും അല്ല. ഇവിടുത്തെ ഒരു ഓവറോൾ അനാലിസിസ് നമ്മൾ എടുത്തു നോക്കിയത് ഇതുണ്ട്. 8%, 10%, 6%. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ത്യൻ ഈ പറഞ്ഞിരിക്കുന്ന ലിറ്ററേച്ചർ നമുക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ ലിറ്ററേച്ചർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 6 മുതൽ 10 വരെ ക്വസ്റ്റ്യൻസ് മേ ബി പോസിബിലിറ്റി ഉള്ളൊരു ഏരിയ തന്നെയാണ്. അവർക്ക് ഫണ്ടമെന്റലി അവർക്ക് വർക്ക് ചെയ്തിട്ട് പോകുന്നത്. ആ ഒരു ട്രെൻഡാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ പറഞ്ഞ മേജർ ഏരിയാസ് എല്ലാം ലാസ്റ്റ് ടൈമിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച ഏരിയാസ് ആണ്. പക്ഷേ ഒരു ലിറ്ററേച്ചർ ആസ്പിറന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എടുത്ത് നോക്കി ഇവിടെ കുറച്ച് മിസ്സിംഗ് ഏരിയാസ് ഇല്ല ആക്ച്വലി. എനിക്ക് തോന്നുന്നു ഇതാണ് ഈ എക്സാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എക്സ്പെക്ട് ചെയ്ത ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ കണ്ടില്ലല്ലോ, എക്സാം ഡിഫിക്കൽട്ട് ആയിരുന്നല്ലോ, ഇവരിങ്ങനെ പറയാ സിലബസ് ചേഞ്ച് ഒന്നും പറയാതെ അങ്ങനെ പോലും ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചോദിച്ചു എന്ന് പോലും ക്വസ്റ്റ്യൻസിന് സ്റ്റുഡൻസിന് അവിടെ കൺസേൺ അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇവിടെ മിസ്സായിരിക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണ് ആക്ച്വലി? വേൾഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഓസ്ട്രേലിയനും കനേഡിയനും ആഫ്രിക്കൻ ലിറ്ററേച്ചറും ഒക്കെ വരുന്ന വേൾഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു വലിയ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരുന്നു. ഓപ്ഷൻസിൽ ഈ പറഞ്ഞ പോലെ ഓതേഴ്സിനെയും ഒക്കെ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു ഏരിയയിൽ നിന്ന് ആസ് സച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. വേൾഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കലി പറയാം. ഫോർ എക്സാമ്പിൾ എടുത്ത് നോക്കുക, 24 ജൂൺ ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 12% ഉണ്ടായിരുന്നതാണ്. തൊട്ടടുത്ത ഡിസംബർ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10% ഉണ്ട്. അപ്പം 10% മുകളിലേക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു പ്രാവശ്യം വരുമ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് 0 എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ എന്താണ് മുൻകാലങ്ങളിലെ ഉണ്ടായിരുന്ന ഒരു 10%, 15% നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അതായത് ഒരു ഡ്രാസ്റ്റിക് റിഡക്ഷൻ ഉണ്ട് എന്ന രീതിയിലേക്ക് വേണം നമുക്ക് ഇവിടെ പറയാം. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ഓപ്ഷൻസിലൊക്കെ വല്ലതും ഉണ്ടായിരുന്നു വേൾഡ് ലിറ്ററേച്ചർ? അതെയോ, ഓപ്ഷൻസിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഓതേഴ്സിനെയും മാച്ച് ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷെ അതാണ്
ഇതിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചോ അങ്ങനെ ചോദിച്ചോന്ന് വെച്ചാൽ അതായത് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ആൻസേഴ്സ് കണ്ടെത്താൻ പറ്റുന്ന ചില ഓപ്ഷൻസിലൊക്കെ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേൾഡ് ലിറ്ററേച്ചർ പഠിച്ചിട്ട് പോയതുകൊണ്ട് തന്നെ വേറൊരിടത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ഇത് വേൾഡ് ലിറ്ററേച്ചർ എന്നറിയും, അതുകൊണ്ട് അത് അതിന്റെ ആൻസർ ആവില്ല എന്ന രീതിയിലേക്ക് പറയാൻ പറ്റുന്ന ചില ട്രിക്കി കൈൻഡ് ഓഫ് ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പഠിച്ചു പോയവർക്ക് വർക്ക് ആയാലും, അല്ലാതെ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ ഏരിയയിൽ നിന്ന് ഈ പ്രാവശ്യം വേൾഡ് ലിറ്ററേച്ചറിൽ നിന്ന് ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ഒരുപാട് ഇരുന്ന് അവിടെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. അതേപോലെ തന്നെ പഠിക്കാതെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. ഒരു പ്രാവശ്യത്തെ പാറ്റേൺ അതേപോലെ നിലനിൽക്കണമെന്നില്ല എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി ഉറപ്പായിട്ടും ഇവിടുത്തെ ഇത് എടുത്തു നോക്കുക, ഈ ഒരു ഒറ്റ ടൈമിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ജൂണിലാണെങ്കിൽ 10-15% ഇൻടാക്ട് ആയിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങളിത് പഠിക്കാതെ പോകുന്നത് അതായത് ഒരൊറ്റ ടൈമിലെ പാറ്റേൺ വെച്ചതിന് ശേഷം അത് പഠിക്കാതെ പോകുന്ന ഒട്ടും നല്ലൊരു പ്രാക്ടീസ് ആയിരിക്കില്ല. പ്രത്യേകിച്ച് 10% അടുത്ത് ക്വസ്റ്റ്യൻസ് അവിടെ ചോദിച്ചുകൊണ്ടിരുന്നതുകൊണ്ട്. ഇപ്പൊ ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈമിൽ വേൾഡ് ലിറ്ററേച്ചറിൽ നിന്ന് ക്വസ്റ്റ്യൻ പൊതുവേ കുറവായിരുന്നു. ഓക്കെ, ഓപ്ഷൻസിലും പിന്നെ മൈന്യൂട്ട് ആയിട്ട് ചില ഏരിയാസ് ഒക്കെ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് പറയാൻ സാധിക്കും. ഒരു പെർസെന്റേജ് പോലും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഫോമാറ്റ് അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ മുൻകാലങ്ങളിൽ ഏകദേശം ഒരു 12-10% ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പെർസ്പെക്റ്റീവ് ഇതാണ്, ലീവ് ചെയ്യരുത് അല്ലെ, ഒരു കാരണവശാലും ലീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു ടൈമിലെ മാത്രം ട്രെൻഡ് ആണ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിരുന്നത് ചില ഏരിയ മിസ്സിംഗ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞനുസരിച്ച് വേൾഡ് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് കാണിച്ചാണ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം വളരെ കുറവാണെന്നുള്ളത്. സെയിം സിറ്റുവേഷൻ പോസ്റ്റ് കൊളോണിയലിലും കാണുന്നുണ്ട്. പോസ്റ്റ് കൊളോണിയൽ ഇപ്പോൾ കഴിഞ്ഞ എക്സാംസിലൊക്കെ കൂടുതലായിട്ട് അവർ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏരിയ ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസും മാത്രമല്ല കൂടുതൽ ഓതേഴ്സും വരുന്നത് പോസ്റ്റ് കൊളോണിയൽ കൺട്രീസ് നിന്നാണ് കൂടുതൽ വർക്ക്സും വരുന്നത്. അല്ലേ, ഇത് എടുത്തു നോക്കി പറയുന്നത് കറക്റ്റ് ആണ്. അതായത് ജൂൺ 24 ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 9% ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇത് ഇവിടെ അപ്രോക്സിമേറ്റ്ലി 9% ഉണ്ടായിരുന്നു. കൺസിസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ടൈമിൽ എന്താണ് വളരെ കുറഞ്ഞു പോയി എന്ന് തന്നെ പറയാം. ഓപ്ഷൻസിലൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഈ പറഞ്ഞ പോലെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിന് എന്ത് ചോദിച്ചു എന്ന് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് വളരെ കുറഞ്ഞു പോയി എന്ന് വേണം പറയാൻ. പക്ഷെ ഇതൊരു ട്രെൻഡായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നോ, അതാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. ഒരു ടൈമിൽ അവിടുന്ന് ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പഠിക്കാതെ പോകരുത്. അത് നമുക്ക് കോംപ്ലിക്കേറ്റ് ആയ പോസിബിലിറ്റിയാണ്. ഇനി വരുന്ന 3-4 ടേംസിൽ ഇതേ ടെൻഡൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ലീസ്റ്റ് വെയിറ്റേജ് കൊടുത്ത് നമുക്ക് പഠിക്കാം എന്ന് മാത്രമല്ല. UGCക്ക് ഒരിക്കലും ഒരു സിലബസ് ചേഞ്ച് ഒഫീഷ്യലി നോട്ടിഫിക്കേഷൻ എക്സാമിന് മുമ്പ് പറയാതെ ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ചസ് ഒന്നും വരുത്താൻ സാധിക്കില്ല. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ. കാരണം നമ്മളോടൊരു സിലബസ് വന്ന് അതിൽ പഠിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം എക്സാമിന് ആ സിലബസ് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ എക്സാമിന്റെ വാലിഡിറ്റി തന്നെ എന്ത് ചെയ്യപ്പെടും, ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. അപ്പോൾ ഇതൊരു ട്രെൻഡ്. അതായത് ഞാനിത് പറയാൻ കാരണം പലരും ഈ ട്രെൻഡിന് പുറകെയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ എടുത്തെടുത്ത് പറയുന്ന പോലും അതാണ്, നിങ്ങൾ നിങ്ങളുടെ ഫണ്ടമെന്റൽസ് ചെക്ക് ചെയ്യും. അവിടെ നിങ്ങൾ ക്വാളിഫൈഡ് ആയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. ബാക്കി ട്രെൻഡ് നിങ്ങൾ പരിഗണിക്കേണ്ട. ജൂൺ എങ്ങനെയായിരുന്നു, ഡിസംബർ എങ്ങനെയായിരുന്നു, 23, 24 അതൊന്നും നിങ്ങൾ പരിഗണിക്കേണ്ട. മേജർ ഏരിയാസ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് പോകും. അവിടെ നന്നായിട്ട് റിവിഷൻ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തെറ്റിക്കാതിരിക്കുക. ഇതാണ് നിങ്ങളുടെ സിമ്പിൾ ബേസിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ടൈമിൽ ഈ പറഞ്ഞൊരു ഫോം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 9% ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് പോസ്റ്റ് കോളോണിയൽ ജൂണിൽ നമുക്ക് വലിയ ക്വസ്റ്റ്യൻസ് ഇല്ല എന്ന രീതിയിലേക്ക് നമുക്ക് അവിടെ പറയേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ ഏരിയ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, യെസ്, ഏകദേശം 24 നമുക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂണിൽ 6% അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ഡിസംബർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം സിറ്റുവേഷൻ 6% ഉണ്ടായിരുന്നു. പക്ഷേ പൂർണ്ണമായിട്ടും അത്രത്തോളം ക്വസ്റ്റ്യൻസ് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നമുക്കവിടെ പറയേണ്ടി വരും. അമേരിക്കനും ഈ പറഞ്ഞ പോലെ ഓപ്ഷൻസിൽ നമ്മൾ അമേരിക്കൻ ഓതേഴ്സിനെയും അമേരിക്കൻ വർക്ക്സും കാണുന്നുണ്ട്. പക്ഷെ അമേരിക്കൻ ലിറ്ററേച്ചറിന് എന്ത് ചോദിക്കുമ്പോൾ വളരെ കുറഞ്ഞ. അതാണ് ഒരു ഏതാ പറഞ്ഞിരിക്കുന്നത്, ഒരു ആസ്പിരന്റും അതേപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളും നമ്മളുടെ തോട്ട് പ്രോസസ് ഡിഫറൻസ് അതാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ റെഫറൻസസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഉറപ്പായിട്ട് റെഫറൻസസ് അവിടെ ഉണ്ട്. നിങ്ങൾ ലീവ് ചെയ്തിട്ട് പോകരുത്. പക്ഷെ ലാസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറയുമ്പോഴും അമേരിക്കയിൽ നിന്നും വേൾഡിൽ നിന്നും ആൻഡ് ദെൻ പോസ്റ്റ് കോളോണിയിൽ നിന്നും വലിയ രീതിയിലേക്ക് അലോക്കേഷൻ ഇല്ലായിരുന്നു. പക്ഷെ അതൊരു ട്രെൻഡ് ഒന്നും ആയിട്ട് എടുത്തിരുന്ന് അത് പഠിക്കാതെ ബാക്കിയുള്ളത് മാത്രം പഠിച്ചിട്ട് പോകരുത്. നെക്സ്റ്റ് ടൈം വേണം തിരിഞ്ഞു വരും. ഇവിടെ നല്ല രീതിയിലേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. വേറെയുള്ള ഏരിയയിൽ നിന്ന് ഇതുപോലെ തന്നെ 3 മിസ് ഔട്ട് ആകാനുള്ള പോസിബിലിറ്റീസ് അവിടെ വരും എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവരോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പോയിന്റ് ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഡിഫിക്കൽട്ട് ലെവൽ. അത് ഈസി ആയിക്കോട്ടെ, മോഡറേറ്റ് ആയിക്കോട്ടെ, ഹൈ ഡിഫിക്കൽട്ട് ലെവൽ ആയിക്കോട്ടെ, നിങ്ങൾ ഫണ്ടമെന്റൽസ് എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഒക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് കൊടുത്തു. നമ്മളിപ്പോൾ പറഞ്ഞനുസരിച്ച് നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട് അല്ലേ. ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് തന്നെയാണ്. അത് എങ്ങനെയാണോ ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ ഒരു വ്യത്യാസം ഇല്ലാതെ പഠിപ്പിക്കണം അല്ലെ. പിന്നെ ഇപ്പൊ റീസെന്റ് നമുക്കൊരു വെയിറ്റേജ് കൂടി കണ്ടുവരുന്ന ക്രിറ്റിസിസം, തിയറി, അത് ഒരുപോലെ
കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. കുറച്ച് ഇനി വർഷങ്ങളായി. അതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിലും മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണ് ഉറപ്പായിട്ടും കിട്ടുക. ഇപ്പൊ ഫണ്ടമെന്റൽസ് ഉൾപ്പെടെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അവിടെ പഠിച്ചിട്ട് പൊക്കോളൂ എന്നുള്ളതാണ്. പിന്നെ അടുത്ത ഏരിയ നമുക്കവിടെ ഡിസ്കസ് ചെയ്ത് നമുക്കവിടെ പറയാവുന്നത് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ. അതെ, ഇംഗ്ലീഷ് ഇൻ ഇന്ത്യയിൽ കൂടുതലായിട്ട് പുതിയ പഴയ റിഫോംസും കാര്യങ്ങളാണ് പുതിയ ക്വസ്റ്റ്യൻസിൽ കണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ പ്രൊപ്പോണൻസും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി പഠിച്ചാൽ നല്ലതായിരിക്കും. അതെ, അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ലിംഗ്വിസ്റ്റിക് നമ്മൾ പണ്ട് ഉണ്ടായിരുന്ന ഒരു പാറ്റേണിൽ 1-2 ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചുകൊണ്ടിരുന്ന ഇപ്പൊ റെഗുലർ ആയിട്ട് എന്താണ് അപ്രോക്സിമേറ്റ്ലി ഒരു 8 മുതൽ 10 വരെ ക്വസ്റ്റ്യൻസ് അവര് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഫണ്ടമെന്റൽസിൽ ഉൾപ്പെടുത്തി പഠിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് തന്ന രീതിയിലേക്ക് നമുക്കത് ഉറപ്പിച്ച് നമുക്കത് പറയാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ റിസർച്ച് റിസർച്ച് നമുക്ക് ഇതേപോലെ പേപ്പർ 1-ലും ഉണ്ട്. അതിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പേപ്പർ 2-ലും ഉപകരിക്കുന്നുണ്ട്. പക്ഷെ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ റിസർച്ച് മെത്തേഡ്സും അതിന്റെ പ്രൊപ്പോണൻസും ഇപ്പൊ ചോദിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 5 മുതൽ 8 വരെ ക്വസ്റ്റ്യൻസ് കിട്ടും. എന്നാൽ ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതല്ല, മിനിമം ഓഫ് 5 ക്വസ്റ്റ്യൻസിനുള്ള പോസിബിലിറ്റീസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഇന്ത്യൻ ലിറ്ററേച്ചർ അല്ലെ, സെയിം സിറ്റുവേഷൻ ഒരു 7 മുതൽ 8 വരെ ക്വസ്റ്റ്യൻസ് പോസിബിലിറ്റി. ലാസ്റ്റ് ടൈമിൽ 6 ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ള വസ്തുതാപരമായ കാര്യം. തൊട്ട് മുമ്പത്തെ ടൈമിൽ 10 ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് 8 ക്വസ്റ്റ്യൻസ് എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, സോ അപ്പം ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ഒതന്റിക് ആയിട്ട് പറഞ്ഞുള്ള കാര്യം. ഇതാണ് ട്രെൻഡിന്റെ പുറകെ പോകാതിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുൾ ടൈം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ മീഡിയ, അതിപ്പം യൂട്യൂബ് എടുത്തു കഴിഞ്ഞാലും അതിൽ ഏത് വിഷ്വൽ മീഡിയ എടുത്തു കഴിഞ്ഞാലും അവിടെ എല്ലാം എക്സാമിന്റെ ട്രെൻഡ് അനാലിസിസ് ആണ്. ഇത് ശരിക്കും എന്താ പറ്റുന്ന ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നല്ല രീതിയിലേക്ക് ക്ലാസ് കൊടുക്കുന്ന എഡ്യൂക്കേറ്റേഴ്സിനെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഈ ട്രെൻഡ് ചുമ്മാ ഒരു കൈൻഡ് ഓഫ് ഒരു മാർക്കറ്റിംഗ് ഗിമിക്സ് ആണ് ബേസിക്കലി. ഓക്കെ, അതായത് അൽഗോരിതം നമുക്കറിയാം. ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയുണ്ട് അത് എന്തായെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അത് പെട്ടെന്ന് നമ്മൾ കയറി നോക്കുകയാണ്. അപ്പൊ അവിടെ അതുവഴി വ്യൂവർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ കൂട്ടുക എന്ന് പറഞ്ഞതിന് ഉപരിയായിട്ട് സീരിയസ് ആയിട്ട് അഡ്രസ് ചെയ്യുന്ന സ്റ്റുഡന്റ് ഇതിന്റെ പുറകെ പോകാൻ പാടില്ല. നിങ്ങൾ ഫണ്ടമെന്റൽസ് തന്നെ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, സ്റ്റിക്ക് ഓൺ നിങ്ങൾ ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയാസ് അതെല്ലാം ഞങ്ങളിപ്പോൾ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അവിടെ നിന്ന് പഠിച്ചിട്ട് പോകാം. ലാസ്റ്റ് ടൈമിൽ ഇന്ന ഏരിയയിൽ നിന്ന് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വെച്ചാൽ അതിൽ മാത്രം പുറകെ പോകാതിരിക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് ടൈം കുറച്ച് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല, അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു. അമേരിക്കൻ ആണെങ്കിലും പോസ്റ്റ് കോളേജിൽ ആണെങ്കിലും വേൾഡ് ആണെങ്കിലും ഞങ്ങൾ പറഞ്ഞു. അത് വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചില്ല എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യത്തെ ഒട്ടും സ്കിപ്പ് ചെയ്തിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകാൻ പാടില്ല. ഒട്ടും പഠിക്കാതെ കറക്റ്റായിട്ട് ഫണ്ടമെന്റൽസ് നിങ്ങളോട് എന്ത് ചെയ്യുക, സ്റ്റിക്ക് ഓൺ ചെയ്യണം. അപ്പോൾ ഇതാണ് നമുക്കൊരു ലാസ്റ്റ് 3 ടേമിലെ ഒരു കമ്പാരിറ്റീവ് അനാലിസിസ്. എക്സാമിന് ഡിഫിക്കൽട്ട് ലെവൽ എന്താണെങ്കിലും നമുക്ക് കൺക്ലൂഷനിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. ആ എക്സാം സമയത്ത് അത് എഴുതിയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എക്സാം. പക്ഷേ ഇപ്പം നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയതിനും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ശരിയാക്കിയിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നല്ല മാർക്ക് കിട്ടേണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ റിവ്യൂ വന്നതിനും ഭയങ്കര ഒരു ഹൈ ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന രീതിയിലേക്ക് ഒരു അനാലിസിസ് നമുക്ക് അവിടെ വന്നത്. അപ്പം അനാലിസിസ് ഒക്കെ പലപ്പോഴും ഒരു ഇലൂഷനാണ്. അത് മനസ്സിലാക്കി നിങ്ങൾ